111ാമത് പട്ടാമ്പി നേർച്ച വൈവിധ്യമാർന്ന ആഘോഷങ്ങളോടുകൂടി ഫെബ്രുവരി 8-ാം തീയതി നടത്തുകയാണ്. പട്ടാമ്പിയിലെയും സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിൽ നിന്ന് ഉപ ആഘോഷ കമ്മിറ്റികൾ പട്ടാമ്പിയിലേക്ക് എത്തി ഒരു നഗര പ്രദക്ഷിണം എന്നതാണ് പട്ടാമ്പി നേർച്ചയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാ നേർച്ചകളും മുടങ്ങാതെ കാണാറ്. അന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലേക്കും വിരുന്നുകാർ വരികയും അന്ന് ഏകദേശം ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് പട്ടാമ്പി നേർച്ച ഉണ്ടായത്. പിന്നീട് അത് പട്ടാമ്പിയിലെ ചെറുപ്പക്കാർ അത് ഏറ്റെടുക്കുകയും ആ ചെറുപ്പക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഘോഷയാത്ര തന്നെയാണ്. അപ്പോൾ ആ ഘോഷയാത്ര കടന്നു വരുമ്പോൾ വ്യത്യസ്തങ്ങളായ ഡ്രസ്സ് അണിഞ്ഞ് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ആഘോഷ ആണ് ഈ ഘോഷയാത്ര എന്ന് പറയുന്നത്. ആ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി സമീപ ജില്ലകളിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് ആളുകളാണ് പട്ടാമ്പിയിലേക്ക് കടന്നു വരുന്നത്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതായി അതിൻ്റെ മറ്റൊരു ഏറ്റവും പ്രയാസകരമായൊരു പ്രശ്നം. കാരണം വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് ആഘോഷ കമ്മിറ്റികൾ നഗര പ്രദക്ഷിണത്തിന് വേണ്ടി എത്തുന്നത്. മാത്രമല്ല പോലീസിന്റെ നിയന്ത്രണം മൂലം രാത്രി അത് നിർത്തിവെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു. അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ നടക്കുന്ന ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടിയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ പട്ടാമ്പിയിലേക്ക് എത്തിച്ചേരുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി രാത്രി പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ പട്ടാമ്പിക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അന്ന് വെടിമരുന്ന് ഉൾപ്പെടെയുള്ള മറ്റൊരു തരത്തിലുള്ള ഒരു നേർച്ചയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഓരോ നേർച്ച കഴിയും തോറും കൂടുതൽ ആളുകൾ പട്ടാമ്പിയിലേക്ക് എത്തുകയും കൂടുതൽ യുവാക്കൾ ഇതിലേക്ക് കടന്നു വരികയും മാത്രമല്ല കൂടുതൽ വ്യത്യസ്തമായ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് പട്ടാമ്പിൽ നടത്തുന്നത്. തീർച്ചയായും ഈ 111ാമത് നേർച്ച കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തേക്കാൾ ഉപരി ഒരു വലിയ ആഘോഷമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാത്രമല്ല ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ ഉപ ആഘോഷ കമ്മിറ്റികൾ ശ്രദ്ധിക്കണം എന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു.